സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പാർട്ടിക്കും സർക്കാരിനും തെറ്റുപറ്റിയില്ലെന്ന വിലയിരുത്തലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായത്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചു. ജാതി സമവാക്യവും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തൽ. സർക്കാരിനെതിരായ പ്രചാരണം പ്രതിപക്ഷം അഴിച്ചുവിട്ടത് അവർക്ക് ഗുണം ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ പ്ലീനം ഉണ്ടാകാനും സാധ്യതയില്ല. പ്ലീനം വേണമോ വേണ്ടയോ എന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിലുള്ളത്. ബി.ജെ.പി. വളർച്ച ഗൗരവതരം, ബി.ജെ.പിയുടെ വളർച്ച ഗൗരവത്തോടെ കാണണമെന്നും റിപ്പോർട്ടിലുണ്ട്. 3 സീറ്റിൽ വിജയിച്ച ബി.ജെ.പി. 6ഇടങ്ങളിൽ രണ്ടാമതെത്തിയതും അപകടകരമാണെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അധിക വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് കിട്ടിയില്ല. 2016-ലും 2021-ലും പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ട് ലഭിച്ചിരുന്നു. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാൽ ഇത്തവണ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അധിക വോട്ട് കിട്ടിയില്ലെന്നു മാത്രമല്ല, ഭൂരിപക്ഷ വോട്ടുകളും വിചാരിച്ച പോലെ വന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വയം വിമർശനവും സ്ഥാനാർത്ഥി നിർണയവും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ സ്വയം വിമർശനമുണ്ട്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തത് തെറ്റായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ ജാഗ്രത വേണമായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വിലക്കയറ്റത്തിനൊപ്പം രാജ്യം നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണിയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന പാചകവാതകക്ഷായ ഉത്തരവാദിത്തം. അതേസമയം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തീരുമാനിച്ചത് ഏകകണ്ഠമായാണെന്നാണ് സെക്രട്ടേറിയറ്റ് നിലപാട്. പരാജയത്തിന് കാരണം ഏതെങ്കിലും ഒരാളുടെ മാത്രം വീഴ്ചയല്ല, മറിച്ച് കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തോൽവിയുടെ ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. ബ്രാഞ്ച് മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് വരെയുള്ള യോഗങ്ങളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമാണ് തോൽവിക്ക് കാരണക്കാർ എന്ന രീതിയിൽ വിമർശനമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവർ മാത്രമല്ല തോൽവിക്ക് കാരണം എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എങ്കിലും വിമർശനാത്മകമായി ഉൾക്കൊണ്ട് സ്വയം തിരുത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. തുടർ നടപടികൾ കീഴ്ഘടകങ്ങളിൽ ഒരു റൗണ്ട് ചർച്ച കൂടി നടത്തിയതിനു ശേഷമാകും പ്രായോഗിക തിരുത്തൽ നടപടികൾ ഉണ്ടാകുക. ഇതിനായി 3 മാസത്തെ സാവകാശമാണ് നൽകിയിട്ടുള്ളത്. 2 ദിവസം നീളുന്ന CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് തുടക്കമായി. തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് CPIM കീഴ്ഘടകങ്ങളുടെ റിപ്പോർട്ടുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. ഇതിന്റെ തുടർചർച്ചകളും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കലുമാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ പ്രധാന അജണ്ട. ഈ മാസം ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കും.